Good morning, all. Welcome back to once again another session of പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് എന്നുള്ളതാണ്. ഒരു യൂസർക്ക് പകരം ഒരു ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻ്റായി ആക്ട് ചെയ്യാനുള്ള ഒരു റോബോട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെയോ കപ്പാസിറ്റിയെയാണ് നമ്മൾ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡയമെൻഷൻസ്, ഏജൻസി, ഇൻ്റലിജൻസ് ആൻഡ് മൊബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഇൻ ഇ കൊമേഴ്സിലുള്ള ഇൻ്റലിജൻ്റ് ഏജൻറ്റ്. അല്ല, നമുക്കറിയാം, നമ്മളൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസുകൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഓൺലൈനിലൂടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമ്മളിപ്പോൾ പർച്ചേസിംഗ് ഒക്കെ നടത്തുന്നത്. സോ അത്തരത്തിലുള്ള ഇ കൊമേഴ്സിൽ ഈ ഒരു ഇൻ്റലിജൻ്റ് ഏജൻറ്റ് എന്താണ്, അതിൻ്റെ റോൾ എന്താണെന്നൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ? നമ്മുടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർ, അല്ലേ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻ്റലിജൻ്റ് ഏജൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിൽ ആരാണ് പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാർ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ അതാണ് ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. ദെൻ സെക്കൻഡ്, ബ്രോക്കറിങ്. ഈ ബ്രോക്കറിങ് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടീമിനെയാണ് നമ്മൾ ബ്രോക്കേഴ്സ് എന്ന് പറയുക. സോ അത്തരത്തിൽ ഒരു ബ്രോക്കറായിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബയേഴ്സിനെയും അതുപോലെ തന്നെ ഓർഗനൈസേഷനെയും കണക്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നിൽക്കുന്നു. ദെൻ നെക്സ്റ്റ്, നെഗോഷിയേഷൻ. എന്താണ് നെഗോഷിയേഷൻ പറഞ്ഞാൽ? ഒരു സെറ്റിൽമെൻ്റ് ആണത്. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് നെഗോഷിയേഷനായിട്ട് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു എമൗണ്ട്, ഒരു പ്രൈസ് കിട്ടണം. സോ ബയേഴ്സിന് എന്താണ്, ഒരു പ്രൊഡക്റ്റും കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നെഗോസിയേഷൻ നടപ്പിലാക്കാൻ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നിൽക്കുന്നുണ്ട്. ദെൻ ഫോർത്ത്, പേയ്മെൻറ്റ് ആൻഡ് ഡെലിവറി. പേയ്മെൻറ്റിൻ്റെ ഡെലിവറിക്കൊക്കെ ഒരു മിഡിൽ മാൻ ആയിട്ട് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് നിൽക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷൻ. എന്താണ് പ്രൊഡക്റ്റ് സർവീസ്? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ആഫ്റ്റർ സെയിൽ സർവീസ്, അത്തരത്തിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് നൽകാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങാനൊക്കെ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഇ കൊമേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സെല്ലർ പോലെ അറിയാതെ തന്നെ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഉള്ള ഡീറ്റെയിൽസ് അവർ നൽകുന്നു, ഇൻ്റലിജൻ്റ് ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, കാര്യങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് അത് നമ്മളോട് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങിപ്പിക്കുന്നുണ്ട്. പ്രൊഡക്റ്റൊക്കെ കാണിച്ചു തന്നിട്ട് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് തന്നിട്ട് ദെൻ അതൊരു മിഡിൽ മാൻ ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ്റെ അതുപോലെ തന്നെ ആ ഒരു ബയറേയും ഒരു മിഡിൽ മാൻ ആയിട്ട്. ദെൻ നെഗോസിയേഷൻ, ഒരു നിശ്ചയമായിട്ടുള്ള പ്രൈസ് അവരതിൽ കാണിച്ചിട്ട് നമ്മളോട് അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം, പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ അതിൽ റെഡിയാകുന്നുണ്ട്. ദെൻ പ്രൊഡക്റ്റ് സർവീസ് ആൻഡ് ഇവാലുവേഷൻ, എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. അതാണ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഇൻ കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് ഇൻ ടു ബയേഴ്സ്. എന്താണ് ഈ ഒരു ഇ കൊമേഴ്സിൽ ഈ ഒരു ഇൻ്റലിജൻ്റ് ഏജൻറ്റ് കൊണ്ട് ബയേഴ്സിനുള്ള മെച്ചങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഈസി ഷോപ്പിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് പ്രൊഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നമുക്കത് ലിസ്റ്റ് തരാനും ഇൻ്റലിജൻ്റ് ഏജൻറ്റിന് സാധിക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇൻ്റലിജൻ്റ് ഏജൻറ്റിന് സാധിക്കും. ദെൻ സെക്കൻഡ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആൻഡ് ബ്രാൻഡ്സ്. സ്റ്റോറുകളെയും ബ്രാൻഡുകളെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഇൻ്റലിജൻ്റ് ഏജൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നു. ദെൻ തേർഡ്, മേക്ക് കമ്പാരിസൺ. പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്യാൻ, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ലത്, ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും വില കുറവുള്ളത്, അങ്ങനെ ഫിൽട്ടർ ചെയ്യാനൊക്കെ ഇൻ്റലിജൻ്റ് ഏജൻറ്റിന് സാധിക്കുന്നു. ദെൻ റെഡ്യൂസ് കോസ്റ്റ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ. ഈ വെബ് ഷോപ്പിങ്ങിലൂടെ തന്നെ പർച്ചേസ് ചെയ്യൽ, അത് മിനിമം പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇൻ്റലിജൻ്റ് ഏജൻറ്റ് സാധിക്കുന്നു.
ദെൻ ആക്ട് ആസ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് സെല്ലേഴ്സ്, അല്ലേ? സെല്ലേഴ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് വരുന്നത്. ഓക്കെ, ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആക്ച്വലി സെല്ലേഴ്സ് അല്ലല്ലോ അവിടെ ഉള്ളത്. അവിടെ സെല്ല് ചെയ്യുന്നത് ആരാണ്? ഇൻ്റലിജൻറ്റ് ഏജൻറ്റാണ്, അല്ലേ? അതൊരു മിഡിൽ മാൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്, അല്ലാതെ ഹ്യൂമൻ ആയിട്ടുള്ള അസിസ്റ്റൻസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് സ്പോട്ടിൽ എത്തിച്ച് തരുന്നതൊക്കെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റാണ്. ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് എൻക്വയറി ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. സോ നമ്മൾ എന്തെങ്കിലും റീപ്ലൈ കൊടുത്താൽ അതിനുള്ള റീപ്ലൈ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഇൻ്റലിജൻറ്റ് ഏജൻറ്റാണ്. ദെൻ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സുമായിട്ട് അതുപോലെ തന്നെ സെല്ലറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അത് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ടു ബയേഴ്സിനുള്ള മെച്ചങ്ങൾ. ദ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ലിമിറ്റേഷൻസ്. ഫസ്റ്റ് വൺ, സ്റ്റീലിംഗ് ഡാറ്റ ആൻഡ് ഇല്ലീഗൽ ആക്സസ്, അല്ലേ? നമ്മുടെയൊക്കെ ഡാറ്റ മോഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ടേസ്റ്റും പ്രിഫറൻസും ഒക്കെ നമ്മളറിയാതെ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അവർ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുകളെ കുറിച്ച് സെർച്ച് ചെയ്താൽ ഇതായിരിക്കും ഇവൻ്റെ ടേസ്റ്റ്, ഇതാണ് ഇവൻ്റെ രീതി, അതേപോലെ തന്നെ സെയിം നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് അവർ മുതലെടുത്തിട്ട് അവർ, അല്ലേ, അതവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഇല്ലീഗലായ ആക്സസ് ഉണ്ടാകുന്നു. നമ്മളൊക്കെ ടേസ്റ്റിലേക്കും പ്രിഫറൻസിലേക്കും ഒക്കെ ഇല്ലീഗലായിട്ടുള്ള ആക്സസ് ഉണ്ടാകുന്നു എന്നതൊരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, സ്റ്റീലിംഗ് ഡാറ്റ ആൻഡ് ഇല്ലീഗൽ ആക്സസ്, നമ്മളെ പേഴ്സണൽ കാര്യങ്ങളിലേക്കുള്ള ഒരു ആക്സസ് പോലെ തന്നെ നമ്മളെ ഡാറ്റ സ്റ്റീൽ ചെയ്യാനും മോഷ്ടിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു പ്രോബ്ലമാണ്. ദെൻ സെക്കൻഡ്, ഫ്രീ യൂസ് ഓഫ് റീസോഴ്സസ്, അല്ലെ? ഡിഫറെൻറ്റ് റിസോഴ്സുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റൊരു പ്രോബ്ലം. സോ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തന്നെ നമുക്കത് പറയാം. ഡിഫറെൻറ്റ് റിസോഴ്സുകൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക. റിസോഴ്സുകളിൽ ഒരു സ്റ്റീലിങ് നടക്കുന്നുണ്ട്, ഒരു മോഷണം നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ പേഴ്സണലായിട്ടുള്ള ഡാറ്റകളിൽ നിന്ന് അത് എടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, അൺഓതറൈസ്ഡ് പ്രോഗ്രാം എക്സിക്യൂഷൻസ്. ഇപ്പോൾ കമ്പ്യൂട്ടറിനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിനും ഹാംഫുള്ളായിട്ടുള്ള ചില പ്രോഗ്രാംസ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും ഒക്കെ ഹാംഫുള്ളായിട്ടുള്ള ചില പ്രോഗ്രാംസ്, വൈറസ് അതുപോലെ തന്നെ മറ്റുള്ള, അല്ലേ, ത്രെഡ്സ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രോഗ്രാംസൊക്കെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഡാറ്റ സ്ട്രിപ്പിംഗ് ഓർ ആൾട്രേഷൻ ബൈ സെർവർ. ഇപ്പോൾ വെബ് ഏജൻസികളുടെ ഡാറ്റയിൽ ആൾട്രേഷൻ വരുത്താനുള്ള കഴിവ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിനുണ്ട്. സോ അത്തരത്തിൽ ഡാറ്റയിൽ തിരുത്താൻ ഈ ഒരു ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് സാധ്യമാണ്. ദെൻ നെക്സ്റ്റ്, ഡെസിറ്റ്ഫുൾ ഏജൻറ്റ് ബിഹേവിയർ. എന്താണ്? ഇപ്പോൾ കസ്റ്റമേഴ്സിനെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, കസ്റ്റമേഴ്സിനെ ഒരു മിസ്ലീഡിങ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമല്ലാത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമല്ലാത്ത സൈറ്റിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് നേരെ വേറെ ഏതെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത സൈറ്റിലേക്ക് പോകാറുണ്ട്. സോ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പോകാൻ പാടില്ലാത്ത സൈറ്റിൽ എത്തിക്കാൻ ഇൻ്റലിജൻറ്റ് ഏജൻറ്റിന് സാധിക്കുന്നു. ഇതാണ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ഉള്ളത്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലിറ്റിക്സ്, അല്ലെ? ബിസിനസ് അനലിറ്റിക്സിലുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ എത്തിക്സ്, അല്ലെ, എല്ലാ കേസിലും നമ്മൾ എത്തിക്സ് പഠിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൽ എത്തിക്സ് ഉണ്ട്, അല്ലെ? എന്തൊക്കെ ചെയ്യാൻ പറ്റണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. സോ അതുപോലെ തന്നെ നമ്മൾ ഇമെയിലിൻ്റെ എത്തിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ അയക്കാൻ പാടുള്ളൂ, എന്തൊക്കെ അയക്കാൻ പാടില്ല. സോ ബിസിനസ് ഈ ഒരു അനലിറ്റിക്സിൽ നമുക്ക് ഒരുപാട് എത്തിക്സുകളുണ്ട്. സോ ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് മേക്ക് യൂസ് ഓഫ് ഡാറ്റ അനലിറ്റിക്സ് മസ്റ്റ് അഡ്രസ് ദി എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ. എന്താണ്? ബിസിനസ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ദർ ഷുഡ് ബി എ കോമൺ കോഡ്സ് ഓഫ് എത്തിക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ബി ഫോളോഡ് ബൈ അനലിറ്റിക് പ്രൊഫഷണൽസ് സിമിലർ ടു അതർ ഇൻഡസ്ട്രി. ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനും പോലെ അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയും പോലെ ചില കോമൺ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ചില കോഡ്സ് ഓഫ് എത്തിക്സ് ഉണ്ട്. സോ അതുപോലെ തന്നെ അനലിറ്റിക്സ് പ്രൊഫഷണൽസും ചില സ്റ്റാൻഡേർഡുകൾ അല്ലെങ്കിൽ ചില എത്തിക്സ്, ചില കോഡ് ഓഫ് കോണ്ടാക്റ്റുകൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, ദി സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫോർമുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് റെലവൻറ്റ് സൈബർ ആക്ട് ഓർ IT റെഗുലേഷൻ ഓഫ് ദി കൺട്രി ആൻഡ് ദി വേൾഡ്. ഓക്കെ, എന്താണ്? ലോകത്തിലെയും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ രാജ്യത്തെയും IT റെഗുലേഷൻ്റെയും അതുപോലെ തന്നെ സൈബർ ആക്റ്റുകളുടെയും ഒക്കെ ബേസിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, എന്തിനാണ്?
സ്റ്റാൻഡേർഡൊക്കെ കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് ഫോളോ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്, അത് പലരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റയാണ്. സോ അതിൽ സെക്യൂരിറ്റി അല്ലേ, ആ ഒരു ഡാറ്റയ്ക്ക് നമ്മൾ സെക്യൂരിറ്റീസ് നൽകണം. കാരണം മറ്റുള്ള പേഴ്സണലായിട്ട് നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചില്ലാണ്. ഓക്കെ, സോ അതിനാൽ നമ്മൾ അനാലിസിസ്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബിസിനസ് അനാലിസിസ് എന്ന ഇൻഡസ്ട്രിയിൽ നമ്മൾ ധാരാളം കോഡ് ഓഫ് കോണ്ടക്ട്സുകൾ അല്ലെങ്കിൽ എത്തിക്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, then there are lot of such ethical and legal consideration need to be recognized in connection with business analytics. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് ലീഗൽ കൺസിഡറേഷൻസും അതുപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻസും നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് സച്ച് എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻസ് നീഡ് ടു ബി റിക്കഗ്നൈസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് അനലിറ്റിക്സ്. ഓക്കെ, നമ്മൾ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായിട്ട് കണക്റ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ലീഗൽ കൺസിഡറേഷൻസ് അതുപോലെ തന്നെ എത്തിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഡാറ്റകൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അല്ലേ, നമ്മൾ ഡാറ്റ ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് അല്ലെങ്കിൽ നമ്മൾ മാക്സിമം സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ കോമൺ കോഡ്സും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ദെൻ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലിറ്റിക്സ്. എന്തൊക്കെയാണ് ബിസിനസ് അനലിറ്റിക്സിലുള്ള എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലീഗലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ള കൺസിഡറേഷൻസ് ഒരു ഓർഗനൈസേഷൻ മസ്റ്റ് ഫോളോ ചെയ്യണം ഈ കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഒരു കമ്പനി ആ ഒരു പർട്ടിക്കുലർ രാജ്യത്തെയും ലീഗലായിട്ടുള്ള കാര്യത്തിനനുസരിച്ചിട്ടായിരിക്കണം ആ കമ്പനി വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലാണ് ഒരു കമ്പനി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഈ ഒരു ഡാറ്റ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈബർ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിയമത്തിനനുസരിച്ചിട്ടായിരിക്കണം, ലീഗലായിട്ടുള്ള കാര്യത്തിനനുസരിച്ച് ആയിരിക്കണം ആ ഒരു രാജ്യത്ത് ആ കമ്പനി വർക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ, കൾച്ചറൽ ആൻഡ് സോഷ്യൽ നോംസ്. കമ്പനി ഇപ്പോൾ ഏത് രാജ്യത്താണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത് അവിടുത്തെ കൾച്ചറലായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള നിയമങ്ങൾ, റൂൾസ്, കൾച്ചറൽ റൂൾസ്, സോഷ്യൽ റൂൾസൊക്കെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ദെൻ ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും, പബ്ലിക് വരും, ഷെയർ ഹോൾഡേഴ്സ് വരും, ആ കമ്പനിയിലുള്ള മാനേജേഴ്സൊക്കെ വരും. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് കോഡ് ഓഫ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ്, അക്കൗണ്ടബിലിറ്റി, ബാധ്യത ഏറ്റെടുക്കൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അത്തരത്തിൽ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ വഴി ആർക്കെങ്കിലും, ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡാറ്റകളാണ് കളക്ട് ചെയ്യുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിർബന്ധമായിട്ടും നമ്മളെ കമ്പനി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ആരാണോ അനാലിസിസ് നടത്തുന്നത് ആ ഒരു ടീം അത് ഏറ്റെടുക്കണം. ആ രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ ഓർഗനൈസേഷന് സാധ്യമാവണം എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, ഡാറ്റ പ്രൊട്ടക്ഷൻ. ഡാറ്റ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ആ ഡാറ്റയ്ക്ക് ഫുൾ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ഒരു പേഴ്സണലായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ നമ്മളിൽ നിന്ന് ചോർന്ന് പോവാതെ ലീക്കാകാനുള്ള ഫുൾ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. ആ ഡാറ്റ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഫുൾ പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. ദെൻ ഡ്യൂ കെയർ, ഡാറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള കെയർ നൽകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായ കാര്യങ്ങൾക്ക് തന്നെയാണോ നമ്മൾ ആ ഡാറ്റ ഉപയോഗിക്കുന്നത്, നമ്മൾ എന്തിനാണോ കളക്ട് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങൾക്ക് തന്നെയാണോ ഡാറ്റ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസിനും ബെനഫിഷ്യലായിട്ടുള്ള രീതിയിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനും ഒക്കെ ബെനഫിഷ്യലായിട്ടുള്ള രീതിയിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതും അത് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നെക്സ്റ്റ് നമുക്കിനി സോഷ്യോ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള IT ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.